കഴിഞ്ഞ ദിവസം രാത്രി ഞങ്ങൾ ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു ട്ടോ. രാത്രി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 7 മണിയായി കാണും. അങ്ങനെ ബീച്ചിലെത്തിയതിന് ശേഷം പിന്നെ നമ്മൾ അവിടുന്ന് കുറ്റിച്ചിറ പാർക്കിൽ ഒന്ന് പോയിട്ട് വേഗം ബീച്ചിലേക്ക് തിരിച്ചു വരാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ കുറ്റിച്ചിറ ഒരു പാർക്കിലേക്ക് പോവുക ചെയ്തത് ട്ടോ. ആ ഒരു കുറ്റിച്ചിറ പള്ളി ഉണ്ടല്ലോ, അതിന് രാത്രി ലൈറ്റൊക്കെ കത്തി ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു ട്ടോ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു പാർക്കിലേക്ക് പോയി. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു പാർക്കിൽ പോവലുണ്ട് ട്ടോ. ഇതൊരു കുഞ്ഞി പാർക്കാണ്. ഒരു 10-25 കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയൊരു ചെറിയൊരു ഏരിയ ആണ് വരുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നു മാക്സിമം ഒരു 7ഓ 8ഓ വയസ്സായ കുട്ടികൾക്ക് വരെ കളിക്കാൻ പറ്റുള്ളൂ. വലിയ കുട്ടികൾക്ക് പറ്റിയ കളികളൊന്നും ഇവിടെ ഇല്ല. അങ്ങനെ എപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ ആളുണ്ടാവലില്ല ട്ടോ, കാലിയാണ്. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു 1-2 ഫാമിലി ഉണ്ട് എന്നുള്ളത്. എന്തായാലും വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തല്ലോ, അതുകൊണ്ടായിരിക്കും. പിന്നെ ഇവിടെ ഫ്രീ എൻട്രി ആണ് ട്ടോ. അങ്ങനെ ഈ ഒരു കുളത്തിന്റെ സൈഡിലിരുന്ന് ഇങ്ങനെ ഈ ഒരു പാർക്കിലേക്ക് നോക്കി ഇങ്ങനെ മക്കളെ കളിക്കുന്ന നോക്കിയിരിക്കാൻ നല്ല രസം. അപ്പൊ മക്കൾ ഇങ്ങനെ അവിടെ കളിക്കുകയും ചെയ്യും, നമ്മളിങ്ങനെ ഇവിടെ പാർക്കിൽ ഇരിക്കുന്നത് ഈ ഒരു കുളത്തിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുക ചെയ്യും ഞാൻ. അല്ലെങ്കിൽ ഫോണിൽ കളിച്ച് അങ്ങനെ അവിടെ ഇരിക്കും. അങ്ങനെ കുറച്ച് സമയം ഇവിടെ ഇരുന്ന് ഈ അന്നമ്മക്ക് പയ്യൊക്കെ വേഗം മതിയായിട്ടുണ്ട് ട്ടോ. കാരണം പണ്ടൊക്കെ ഇവര് ചെറുതായ സമയത്ത് ഭയങ്കര ഇഷ്ടം ഇവിടെ കളിക്കാൻ. ഇപ്പൊ ഇവര് കുറച്ച് വലുതായില്ല, അതുകൊണ്ടേക്കും ഇവർക്ക് വേഗം മടുത്തിട്ടുണ്ട്. പിന്നെ ഇവരെന്നെ പറയാ ചെയ്ത് നമുക്ക് ബീച്ചിലേക്ക് പോവാന്നുള്ളത്. അങ്ങനെ പിന്നെ നമ്മൾ ബീച്ചിലേക്ക് തന്നെ പോയിട്ടോ. അങ്ങനെ പോണ വഴിക്ക് കണ്ട ആ ഒരു കുറ്റിച്ചിറ പള്ളിയുടെ ആ ഒരു കളർ പിന്നെയും ചേഞ്ച് ആയത്. ഇത് ഭംഗിയാ ശരിക്കും കാണാന്. അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ അപ്പുറത്തെ ഒരു പാർക്ക് കാണുന്നത് കേട്ടോ. ബീച്ചിന്റെ അകത്ത് തന്നെ വെച്ചോണ്ട് പെട്ടെന്ന് എല്ലാവർക്കും കാണാലോ, അതുകൊണ്ടായിരിക്കും. നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് പോയപ്പം ചെറിയ മക്കൾക്ക് കളിക്കാൻ പറ്റിയ കുറച്ച് റൈഡും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഒരു 5-6 വയസ്സിന് താഴെയുള്ള മക്കൾക്ക് പറ്റിയത്. അങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്താണ് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ യന്ത്രൂഞ്ഞാലിന്റെ ആ ഒരു ലൈറ്റ് കാണുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഭംഗി, ഒരു പ്രത്യേക ലൈറ്റും ഡിസൈനും കാര്യമൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മളിത് യന്ത്രൂഞ്ഞാലിൽ കയറാൻ വേണ്ടിയിട്ടല്ല ശരിക്കും പോയത്, അതിന്റെ ആ ഒരു ഭംഗി കണ്ടിട്ട് അത് കാണാൻ വേണ്ടിയിട്ട് മാത്രം പോയതാട്ടോ. അങ്ങനെ ആ ഒരു പാർക്കിന്റെ ആ ഒരു ഏരിയയിലേക്ക് പോയപ്പോൾ അവിടെ ഒരുപാട് റൈഡ്സും കാര്യങ്ങളും വരുന്നുണ്ട്. പക്ഷെ വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ, ആളുകളൊക്കെ അറിഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ തോന്നുന്നുണ്ട്. പിന്നെ ഈ ഒരു സൈഡിൽ നമ്മളെ പഴയ മിഠായി അങ്ങനത്തെ ഓരോ ചെറിയ കുറച്ച് സ്റ്റാളുകൾ വരുന്നുണ്ട്. പിന്നെ 3Dന്റെ ഒരു റൂം സെപ്പറേറ്റ് കണ്ടിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ തിരിച്ച് ബീച്ചിലേക്ക് തന്നെ വന്നിട്ട് അവിടെ നിന്ന് ഒരു പ്ലേറ്റ് പാനിപൂരി വാങ്ങി കഴിച്ചിട്ടോ. ഒരു ഇത്തിരി സമയം അത് കഴിക്കുന്നവർ അവിടെ ഇരുന്ന്. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ പരിചയപ്പെട്ട ഒരു ഇത്താത്തയിരുന്നു കേട്ടോ. അപ്പൊ അവര് വീട് കാസർഗോഡാന്നാ പറഞ്ഞത്. പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പം നെഹദി മന്തിയിൽ കയറിയിട്ട് ഞങ്ങൾ മന്തി കഴിച്ച് കഴിഞ്ഞിട്ട് മിഡ് ലൈം വാങ്ങിന്.